ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് ഒന്ന് ഫ്രണ്ട് ജർക്കിങ്ങിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് ബുഷ് ചെക്ക് ചെയ്യുക, ഫ്രണ്ട് വെട്ടൽ, ഓയിൽ ചെക്കപ്പ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞത്. വേറെ നമുക്ക് ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളോ ഒന്നുമില്ല. അപ്പം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന വർക്കാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ പറയണം കേട്ടോ. നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ഫ്രണ്ട് നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം അഴിച്ചിട്ടുണ്ട്. പിന്നെ എൻജിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓയിൽ നമ്മൾ നോക്കി ലെവൽ കുറവൊന്നുമില്ല. ലെവൽ നല്ല ഓയിലാണ് കാണുന്നതും, ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓയിൽ തന്നെ നമുക്കത് തന്നെ മതി. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് സെറ്റ് ഫുള്ള് ഡാമേജാണ്. അതായത് മൊത്തത്തിൽ ലിങ്ക് ബുഷ് മൊത്തം പോയി കിടക്കാം. എത്ര ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് നല്ല, ഇത്ര ഷെയ്ക്ക് ഉണ്ട്. അതേപോലെ തന്നെ ഈ സൈഡൊക്കെ ഓവറായിട്ട് ഷെയ്ക്കാണ്. അതേപോലെ തന്നെ ഈ ഷോക്കിൻ്റെ ബുഷ്, ഗ്രീൻ ബുഷ് എന്ന് പറയും, അതും കൂടി നമുക്ക് മാറ്റിയിടണം. ഈ ഷോക്ക് ചെറുതായിട്ട് വീക്കായി തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഓൾറെഡി അത് വീക്കായിട്ടുണ്ട്. മാറ്റിയിടുകയാണെങ്കിൽ അതാണ് സേഫ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലം നമുക്ക് ആ ബുഷ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് വെച്ചാൽ ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ടയറിൻ്റെ അലൈൻമെൻറ്റ് നല്ല രീതിയിൽ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്താലും വെട്ടലുണ്ടാവാനുള്ള സാധ്യത കുറച്ചുണ്ട്. കാരണം ഞാൻ ബുഷ് മാറ്റുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസും മാറും. പക്ഷേ ഫ്രണ്ട് ടയർ അലൈൻമെൻറ്റ് തേഞ്ഞാണ് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലം എന്തെങ്കിലും കാണിക്കും. തന്നെയല്ല നമുക്ക് ബാക്കിൽ കിടക്കണത് കട്ട ചെയ്ത് റീസോൾ ചെയ്തേക്കുന്ന ടയറാണ് ബാക്കിൽ കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് ശരിക്കും ആ വെട്ടലിൻ്റെ കംപ്ലയിൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ജെനുവിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാൽ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റിയിടാം. പറ്റുമെന്നുണ്ടെങ്കിൽ ഈ കുഷ്യൻ അസംബ്ലിയും കൂടി മാറ്റിക്കളയാം. അതായത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1000 രൂപ താഴെയാണ് നമുക്ക് ഈ 2 കുഷ്യനും കൂടിയിട്ട് വരാം. അതായത് ഷോക്കിന് കൂടിയിട്ട് അതും കൂടി മാറ്റുകയാണെങ്കിൽ ഏറ്റവും സേഫ് അതാണ്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. ആ വീഡിയോസ് കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. ആ കൂട്ടത്തിൽ ബുഷ് കാര്യങ്ങൾ മാറ്റാം, കുഷ്യൻ അസംബ്ലി മാറ്റാം. അതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്യാം. ബാക്കിൽ കിടക്കുന്ന ടയറും മാറ്റിക്കളയാം. കാരണം എന്നാലാണ് ആ വെട്ടൽ മാറുള്ളൂ. ബാക്കിൽ റീസോൾ ടയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാലും വെട്ടലിൻ്റെ പ്രശ്നം കാണിക്കും. തന്നെയല്ല ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ അലൈൻമെൻറ്റ് പോയേക്കണതാണ്. നമ്മൾ ബുഷ് കാര്യങ്ങളൊക്കെ മാറ്റിയിടുമ്പോൾ നേരത്തെ ഉണ്ടായതിനേക്കാളും പകുതിയിൽ താഴെ കുറയും, കംപ്ലയിൻറ്റ് കുറയും. പക്ഷേ 100% ആ കംപ്ലയിൻറ്റ് മാറണമെങ്കിൽ ടയർ ചേഞ്ച് ചെയ്തിടണം. ഒന്നുപോലെ കൂട്ടത്തിക്കൂടെ നമുക്കത് മാറ്റിയിടാം. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കേസ് ബാക്കിലത്തെ ടയർ മാറ്റണ സമയത്ത് ഫ്രണ്ടിലത്തെ ടയർ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്രണ്ടിലത്തെ ടയർ ഡിസ്കേ പാടി അഴിച്ച് ബാക്കിലേക്ക് ഇട്ടിട്ട് ആ റിമ്മുമ്മ പുതിയ ടയർ, ബാക്കിലെ റിമ്മുമ്മ പുതിയ ടയർ ഇട്ടിട്ട് അത് ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാം. എന്നാലാണ് ആ 100% ആ കംപ്ലയിൻറ്റ് മാറുള്ളൂ കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ആണ് നമ്മൾ ചെയ്യണം. അപ്പോൾ ടയറിൻ്റെ കേസ് ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ സെപ്പറേറ്റ് ചോദിക്കാം. അതിനകത്ത് നമ്മൾ എസ്റ്റിമേറ്റിൽ കാണിക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലിങ്കിൻ്റെ ബുഷ് സെറ്റ്, നമ്മൾ ഫൈബർ ബുഷ് പോയേക്കാണ്, അതെന്തെങ്കിലും നമുക്ക് മാറണം. പിന്നെ കുഷ്യൻ അസംബ്ലി പെടുത്തുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ ബുഷ് കുഷ്യൻ അസംബ്ലി മാറ്റുന്നുണ്ടെങ്കിൽ ഗ്രീൻ ബുഷ് അതും ഉണ്ട്. അതാ ഇനി തൽക്കാലം മാറ്റുന്നില്ല എന്നാണെങ്കിൽ ഗ്രീൻ ബുഷ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. നിലവിൽ ഈ ഒരു കംപ്ലയിൻറ്റ് മാത്രമാണ് പറഞ്ഞത്. ഫ്രണ്ട് ജർക്കിങ്ങിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ ഒരു മേജറായിട്ടുള്ള ഈ ഫ്രണ്ടിലത്തെ ഇത് തന്നെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ ബ്ലാക്ക് സൈഡ് ക്ലച്ചിൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു ജർക്കിങ് ഉണ്ട്. അതായത് ഓട്ടോ ക്ലച്ചാണ്. അത് ക്ലച്ച് ഔട്ടറിൽ പിടിക്കാനായിട്ട് പൊടി കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ക്ലച്ച് അഴിക്കുമ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റേതായിട്ടുള്ള ലേബർ ചാർജും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ അതിനുള്ള പ്രോബ്ലം നമുക്ക് ഓടിച്ച് നോക്കുമ്പോൾ കാണുന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതിന് ശേഷം ആ ഫ്രണ്ടിലത്തെ ഷോക്ക് കുഷ്യൻ അസംബ്ലി എന്ന് പറയുന്ന ഐറ്റം മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് ഒന്ന് പറയണം. അതേപോലെ ടയർ കൂട്ടത്തിൽ ഇപ്പോൾ മാറ്റി പോകണമെങ്കിൽ റൊട്ടേഷൻ ഞങ്ങളിപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ചെയ്ത് കറക്റ്റ് അലൈൻമെൻറ്റിലാക്കി തരാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയുകയാണെങ്കിൽ അതിൻ്റെ ടയറിൻ്റെ എമൗണ്ടാണ് നമുക്ക് അഡീഷണൽ വരാം. ബാക്കിയത്തെ എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം വാട്സാപ്പിൽ അതിൻ്റെ എസ്റ്റിമേറ്റ് കൂടി നോക്കാം. എന്നിട്ട് വാട്സാപ്പിൽ റിപ്ലൈ ചെയ്യുകയോ അതല്ലെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ.